ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് ആണ്. അപ്പോൾ ബീഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിൻ്റെ ഒരു ഫ്ലാറ്റ് കട്ട് എടുത്തിട്ട് അത് ഹോളായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് മീലാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ അതിനുവേണ്ടി 2 ബീഫ് പീസസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം വരുന്ന 2 പീസസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് വേണ്ടത് മഷ്റൂംസ് ആണ്. മഷ്റൂം ഞാനൊരു 6-8 എണ്ണം റഫായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ഒണിയൻ ഒരെണ്ണം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇത് പാർസ്ലി ലീവ്സ് കുറച്ച്, പിന്നെ ഹാലപ്പിനോസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അതിന് പകരം ഞാനിവിടെ ഗ്രീൻ ചില്ലീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ബട്ടറും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് സ്റ്റേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് തൂളി കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രസീലിയൻ ബീഫാണ്. നമുക്ക് ഇന്ത്യൻ ബീഫോ പാകിസ്ഥാനി ബീഫോ എന്ത് വേണമെങ്കിലും നമ്മൾ സ്റ്റേക്കിന് വേണ്ടി യൂസ് ചെയ്യാം, അത് വിഷയമല്ല. പിന്നെ ഒരുപാട് ഇന്ത്യനൈസ് ചെയ്തല്ല ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇന്ത്യനൈസ് ചെയ്യണമെങ്കിൽ അതിനിഷ്ടമുള്ള കുറച്ച് സ്പൈസി മസാലസൊക്കെ ആഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് കൂടെ തൂളി കൊടുക്കുവാണ്, കുരുമുളക് പൊടി. ഇതേപോലെ നമ്മൾ 2 സൈഡും ചെയ്യണം. കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. സ്റ്റേക്കിന് വേണ്ടി പ്രത്യേകിച്ച് മാർക്കറ്റിൽ മസാല കിട്ടും, സ്റ്റേക്ക് സീസണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് മേടിച്ചാൽ അതിട്ടാൽ കറക്റ്റായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം മീറ്റ് മസാല ഇട്ട് കൊടുക്കുവാണ്, ഞാൻ സ്റ്റേക്ക് സീസണിങ് മേടിക്കാൻ പോയില്ല. ഇതേപടി നമുക്ക് പുറകുവശവും ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 15 തൊട്ടൊരു 30 മിനിറ്റ് വരെ ഈ പൊടിയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മഷ്റൂംസും ഒണിയനും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പം നല്ലോണം നമ്മൾ മസാല വെച്ച് നമ്മുടെ മീറ്റ് മസാജ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വയ്ക്കാം. മഷ്റൂംസ് ഞാൻ ഓൾറെഡി അരിഞ്ഞു, അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 2 ഗ്രീൻ ചില്ലി, കുറച്ച് പാർസ്ലി ലീവ്സ്. അളവൊക്കെ ഒത്തിരി എക്സാക്ട് മെഷർമെൻ്റ് അനുസരിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ചെറിയൊരു പിടി പാർസ്ലി ലീവ്സ് ചോപ്പ് ചെയ്തിടാൻ പോവാണ്. പിന്നെ ഒരു 3-4 ഗാർലിക്കും കൂടെ വേണം. ഗാർലിക്ക് ഞാൻ നമ്മുടെ കല്ലിലൊന്ന് എളുപ്പത്തിന് ഇടിച്ചെടുക്കുവാണ്. കുറച്ച് വൈറ്റ് ഒണിയൻ കൂടെ അരിഞ്ഞെടുക്കാം. ഞാനൊരു പാതി വൈറ്റ് ഒണിയനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യം തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ബീഫ് ബ്രോത്ത് ക്യൂബ്സ് വെച്ചിട്ട് ബീഫ് ബ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കുകയാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിലെ 1 ക്യൂബ് ഇടാം. ഇതെടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ, അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്ക് നോറിൻ്റെ ഈ ക്യൂബ്സ് വെച്ചിട്ട് ബീഫ് ബ്രോത്ത് ഉണ്ടാക്കാൻ. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് പീസ് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ബീഫ് സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഓൾമോസ്റ്റ് ഡണ്ണാക്കി എടുക്കുകയാണ് ചെയ്യാറ്. ഞാനിത് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തു. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അനിയൻസ് ഇട്ട് കൊടുക്കാം.
ഗ്രീൻ ചില്ലി, പിന്നെ വെളുത്തുള്ളി. സവാള ഒന്ന് സോഫ്റ്റ് ആയ ഉടനെ നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂംസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മഷ്റൂംസ് വേണമെങ്കിൽ ബ്രൗൺ മഷ്റൂംസ് ഉപയോഗിച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ വൈറ്റ് മഷ്റൂംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് തൂളി കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുവാണ്. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുവാണ്. കോൺഫ്ലവർ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫ് ബ്രോത്ത് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊരു ആകെ ഒരു 4 തൊട്ട് അല്ലെങ്കിൽ ഒരു 4 തൊട്ട് 6 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ബ്രോത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് പറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വർസ്റ്റർഷർ സോസ് നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാർസ്ലി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബീഫിൻ്റെ പുറത്തേക്ക് നമ്മുടെ സോസ് ഒന്ന് നല്ലോണം ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ആ ഗ്രേവിയൊക്കെ നമ്മുടെ മീറ്റ് നല്ലോണം ഒന്ന് സോക്ക് ചെയ്തെടുക്കാനായിട്ട്. അത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റേക്ക് വിത്ത് മഷ്റൂം സോസ് റെഡിയായി. സാധാരണ നമുക്ക് ഇത് മാഷ് പൊട്ടറ്റോയുടെ കൂടെ അല്ലെങ്കിൽ ബോയിൽഡ് വെജിറ്റബിൾസ്, ബോയിൽഡ് ബ്രോക്കോളി, ക്യാരറ്റൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ സ്ഥിരമുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് ഉലർത്തിയതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.